അലാസ്ക സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് 3 വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ഏകദേശം $2,50,000 ഏകദേശം 2.2 കോടി രൂപ നൽകേണ്ടി വന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെളിപ്പെടുത്തി. അലാസ്കയിൽ ട്രംപ് പുടിനെ പണിഞ്ഞെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇന്ത്യയുമായി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് റഷ്യയോട് നിലവിൽ അത്ര സുഖകരമല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉന്നതതല ഉച്ചകോടിക്കായി വ്ളാഡിമിർ പുടിൻ ഓഗസ്റ്റ് 15-ന് അലാസ്കയിലെത്തി. അവിടെ അദ്ദേഹത്തെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു. എന്നാൽ മാർക്കോ റൂബിയോയുടെ അഭിപ്രായത്തിൽ മോസ്കോയ്ക്കെതിരായ ഉപരോധങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തിന് അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. റഷ്യക്കാർ അലാസ്കയിൽ വന്നിറങ്ങിയപ്പോൾ ഇന്ധനം നിറയ്ക്കാൻ അവർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ അവരുടെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമായി നൽകാൻ അവർക്ക് വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. നിലവിലുള്ള എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായും നിലവിലുണ്ടെന്നും ആഗോള ധനകാര്യത്തിലേക്കുള്ള റഷ്യയുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണെന്നും മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടു. അവർ എല്ലാ ദിവസവും അനന്തരഫലങ്ങൾ നേരിടുന്നു, പക്ഷേ ഈ യുദ്ധത്തിന്റെ ദിശയിൽ അത് മാറ്റം വരുത്തിയിട്ടില്ല എന്നതാണ് പ്രധാന കാര്യം. അതിനർത്ഥം ആ ഉപരോധങ്ങൾ അനുചിതമായിരുന്നു എന്നല്ല, അതിന്റെ ഫലത്തിൽ അത് മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ്. വ്ളാഡിമിർ പുടിന്റെ സംഘം ഏകദേശം 5 മണിക്കൂർ അലാസ്കയിൽ തങ്ങി. സംയുക്ത പത്രസമ്മേളനത്തിന് തൊട്ടു പിന്നാലെയാണ് അവർ പോയത്. ഒരു കരാറിലും എത്തിയിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും വാഷിംഗ്ടൺ കീവിനെ പരിഗണിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഒരു ഓഫർ മോസ്കോ മേശപ്പുറത്ത് വെച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വ്യക്തമാക്കാത്ത വിഷയങ്ങളിലെ പുരോഗതിയെക്കുറിച്ച് ഉച്ചകോടി വിശാലമായ അഭിപ്രായങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഉക്രൈനിൽ വെടിനിർത്തൽ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു. യോഗത്തിന് മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു ലക്ഷ്യമാണിത്. കൂടുതൽ ഉപരോധങ്ങൾ മോസ്കോയെ ചർച്ചകൾക്ക് നിർബന്ധിതരാക്കുമോ എന്ന ചോദ്യത്തിന് കൂടുതൽ നടപടികൾ ഉടനടി ഫലം നൽകില്ലെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. ഉപരോധങ്ങൾ മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും എടുക്കും. കീവ് മേഖലയ്ക്കുള്ള ദീർഘകാല സുരക്ഷാ ഉറപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നിരവധി യൂറോപ്യൻ നേതാക്കളുമായും വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഉക്രൈനിയൻ പ്രദേശം കീഴടക്കുന്നത് ഉൾപ്പെടെയുള്ള ഒത്തുതീർപ്പും താൻ നിരസിച്ചതായും സെലൻസ്കി പറഞ്ഞു. കൂടാതെ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി. പ്രസിഡന്റ് മാറാൻ ആഗ്രഹിക്കുന്നു. ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. നാറ്റോ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ എല്ലാ യൂറോപ്യൻ നേതാക്കളും വൈറ്റ് ഹൌസ് വിട്ടുപോകുമ്പോൾ ഇതൊരു മികച്ച ആദ്യപടിയാണെന്ന് അവരെല്ലാം സമ്മതിക്കുന്നു. ഈ 2 നേതാക്കളും ഒരുമിച്ചിരിക്കാൻ പോകുന്നത് നല്ല കാര്യമാണ്. പ്രസിഡന്റ് അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ലീവിറ്റ് പറഞ്ഞു. നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഉഭയകക്ഷി ചർച്ച സാധ്യമാക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരും ട്രംപ് ഭരണകൂടവും റഷ്യയുമായും ഉക്രൈനുമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 48 മണിക്കൂറിനുള്ളിൽ ട്രംപിന്റെ സമാധാനത്തിനായുള്ള ശ്രമം യൂറോപ്യൻ നേതാക്കളെ വൈറ്റ് ഹൌസിലേക്ക് കൊണ്ടുവന്നുവെന്ന് ലീവിറ്റ് അഭിപ്രായപ്പെട്ടു. ട്രംപ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ സംഘർഷം ഒഴിവാക്കാമായിരുന്നോ എന്ന ചോദ്യത്തിന് ഭരണകൂടത്തിന്റെ നിലപാട് ലീവിറ്റ് ആവർത്തിച്ച് വ്യക്തമാക്കി. അദ്ദേഹം അധികാരത്തിൽ ഇരുന്നെങ്കിൽ ഈ യുദ്ധം ആരംഭിക്കില്ലായിരുന്നുവെന്ന് പ്രസിഡന്റ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പുടിൻ അത് സ്ഥിരീകരിച്ചു. പുടിൻ ഈ കാഴ്ചപ്പാട് അംഗീകരിച്ചിരുന്നുവെന്ന് ലീവിറ്റ് സ്ഥിരീകരിച്ചു. തന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ കഴിയുമായിരുന്നെന്ന ട്രംപിന്റെ ദീർഘകാല വാദത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.